ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് സർവാധിപത്യം പുലർത്തിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിക്ഷയത്തിന് പിന്നിലെ ആസൂത്രിതമായ രാഷ്ട്രീയ തന്ത്രങ്ങളെയും പാർട്ടി പിളർന്ന് പ്രാദേശിക കക്ഷികൾ രൂപീകരിച്ചതിലൂടെ ഉണ്ടായ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനമാണിത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് അടവ് നയം അതിന്റെ ആധുനിക രൂപത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ഉപയോഗിച്ചുവെന്ന നിരീക്ഷണമാണ് ഇതിന്റെ കാതൽ. നാഗ്പൂരിലെ പാർട്ടി ഓഫീസിൽ വെച്ച് അന്നത്തെ മഹാരാഷ്ട്ര മന്ത്രിയും RSS ഉപദേഷ്ടാവുമായിരുന്ന നിതിൻ ഗഡ്കരി ഈ തന്ത്രം ആസൂത്രണം ചെയ്തുവെന്ന ഒരാരോപണവും ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. കോൺഗ്രസിനെ തകർക്കാനുള്ള നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ ശരത് പവാറിനെ പോലെയുള്ള ഒരു അധികായൻ പാർട്ടിയുടെ തലപ്പത്തുള്ളിടത്തോളം കാലം അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയാണ് ആദ്യ നീക്കങ്ങൾ നടന്നതെന്നാണ് ആരോപണം. സോണിയാഗാന്ധിയോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇറ്റലി ബന്ധവും അഹമ്മദ് പട്ടേലിനോടുള്ള അമിതമായ വിശ്വാസവും പെരുപ്പിച്ചു കാണിച്ച് ദൂതന്മാരെ അയച്ചുകൊണ്ട് പവാറിനെ മാനസാന്തരപ്പെടുത്തി NCP എന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചു. ആ കാലയളവിൽ പവാർ ആ മണ്ടൻ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു തവണയെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ഇന്ന് അദ്ദേഹം അക്കാര്യം ഓർത്ത് വിങ്ങുന്നുണ്ടാകാമെന്നുമുള്ള വൈകാരികമായ നിരീക്ഷണവും ഇവിടെ പങ്കുവെക്കുന്നുണ്ട്.